ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നജസുകളുടെ കൂട്ടത്തില് ഏതൊക്കെ നജസുകളാണ് നിസ്കരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും പറ്റാതിരിക്കണം, അതോടുകൂടെ ഏതൊക്കെയാണ് നജസുകൾ എന്ന ചർച്ചയാണ് നമ്മൾ ചെയ്തിരുന്നത്. നിസ്കാരത്തിന്റെ സിഖത്തിനെ തടയുന്ന അഴുക്കുകൾക്കാണ് നജസുകൾ എന്ന് പറയുക. ആ നജസ് നീക്കൽ നിസ്കരിക്കുമ്പോൾ നീക്കൽ നിർബന്ധമാണ്. അതുപോലെ നജസ് നീക്കൽ നിർബന്ധമുള്ള മറ്റൊരു സ്ഥലമാണ് ഒരാൾ മനഃപൂർവ്വം ശരീരത്തിൽ ആവശ്യമില്ലാതെ നജസ് പുരട്ടിയാൽ അതിനെ വേഗത്തിൽ നീക്കൽ നിർബന്ധമാണ്. നമ്മൾ വെറുതെ മനഃപൂർവ്വം നജസൊക്കെ മേത്തുന്നേറ്റ് പുരട്ടി കാര്യമൊന്നുമില്ലാതെ അത് വേഗത്തിൽ നീക്കൽ നിർബന്ധമാണ്. നിസ്കരിക്കുമ്പോൾ മാത്രമല്ല, അതിന് മുമ്പ് തന്നെ നീക്കൽ നിർബന്ധമാണ്. അതുപോലെ വേറൊരാളെ ഉടമയിലുള്ള വസ്തുക്കളെ പിടിച്ച് കാണു നജസ് തേമ്പിയാൽ ആ നജസ് അവിടുന്ന് നീക്കിക്കളയല് നിർബന്ധമാണ്. എന്ന് മാത്രമല്ല, ആവശ്യമില്ലാതെ നജസ് എടുത്ത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആവശ്യമില്ലാതെ പുരട്ടുക എന്നത് ഹറാമുമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഹറാമായ നിലയ്ക്ക് പുരട്ടിയാൽ അത് നീക്കേണ്ടതാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ നജസുകൾ മേത്താകും, അത് വേഗത്തിൽ നിൽക്കേണ്ടതില്ല. അത് ജോലി ചെയ്യുമ്പോൾ ആയിപ്പോയതായതുകൊണ്ട് നിസ്കാരത്തിന്റെ ഘട്ടമാകുമ്പോഴേക്ക് നീക്കിയാൽ മതി. നേരത്തെ നീക്കിയാൽ നല്ലതാണ്, നിർബന്ധമില്ല. അനാവശ്യമായി പുരട്ടിയാൽ അവിടെ വേഗത്തിൽ നീക്കൽ, അത് നീക്കിക്കളയൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കാം. മയ്യത്ത് കുളിപ്പിച്ചതിനു ശേഷോ അല്ലെങ്കിൽ ഒക്കെ നജസ് പുറപ്പെട്ടാൽ മയ്യത്തിന്റെ ആ നജസ് നീക്കിക്കളയൽ നിർബന്ധമാണ്. അതുപോലെ പള്ളിയിൽ നജസ് കണ്ടാൽ, മുസ്ഹഫിൽ നജസ് കണ്ടാൽ, ആദരിക്കപ്പെടുന്ന എന്തെങ്കിലും ഇൽമിന്റെ കിതാബില്, ദിക്റിന്റെ ഏടുകളില്, മൗലിദിന്റെ ഏടുകളിലൊക്കെ നജസ് കണ്ടാൽ അത് നീക്കം ചെയ്യൽ നിർബന്ധമാണ്, അല്ലാതെ അവിടെ വെക്കരുത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, നജസുകൾ രക്തം ഒക്കെ ആവില്ല, ചിലപ്പോ ഈ ജീവികളൊക്കെ ചത്തുപോകും. കിതാബുകളുടെയും പുസ്തകങ്ങൾ, ഇൽമിയായ പുസ്തകങ്ങളുടെയും ഖുർആനിന്റെ ഒക്കെ എവിടെയെങ്കിലൊക്കെ എടിലൊക്കെ അപ്പൊ വേഗം നീക്കൽ നിർബന്ധമാണ്. അപ്പോ അത് നമ്മൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഏതെല്ലാം നജസുകൾ എന്ന ചർച്ചയിൽ 2 ഇനം നജസുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ ഒന്ന് ദ്രാവകമായ ലഹരികൾ, കള്ള് പോലെയുള്ളത്. മറ്റൊന്ന് നായ, പന്നി. ഇനി മറ്റൊരു ഇനം പറയാം, അത് കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചതാണ്. ഇനി അടുത്തത് പറയാം, അഴുക്കുകളായ നജസുകൾ. അഴുക്കുകളായ നജസുകൾ, ശവം അത് നജസ, ചത്ത ശവം നജസ. മനുഷ്യന്റെ മയ്യത്ത് ഒഴികെ അത് നജസല്ല. മത്സ്യത്തിന്റെ ശവവും നജസല്ല. മത്സ്യം ചത്താൽ നജസല്ല, നമ്മൾ തിന്നലുണ്ടല്ലോ. വെട്ടുകിളി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ജറാദ് എന്നാണ് അറബിയിൽ പറയാ. ഒരു പച്ചത്തത്തമ്മ ഉണ്ടല്ലോ നമ്മളെ, വലിയ തത്തല്ല, ഈ ചാടിപ്പുയി. അപ്പൊ അതേപോലത്തെ ഒരു സാധനമാണ്. അല്ലെങ്കിൽ ജറാദ് നടിച്ചെടുത്താൽ നിങ്ങൾക്ക് യൂട്യൂബില് അതിന്റെ വീഡിയോ കിട്ടും. അത് ഭക്ഷിക്കാൻ പറ്റും, ചത്താലും ഭക്ഷിക്കാൻ പറ്റുന്ന, മത്സ്യം ഭക്ഷിക്കാൻ പറ്റും പോലെ ഈ ജറാദ് ഭക്ഷിക്കാൻ പറ്റും. വെട്ടുകിളി എന്നൊക്കെ പറയലുണ്ട്. അത് ചത്താല് നജസല്ല. അപ്പൊ നജസല്ലാത്തതാണ് ഇപ്പൊ പറയണത്. ശവം നജസാണ്. മനുഷ്യന്റേതൊഴികെ മനുഷ്യന്റെ ശവം നജസല്ല, മത്സ്യത്തിൻ്റെതും നജസല്ല. വെട്ടുകിളി എന്ന് പറഞ്ഞ ആ ചെറിയ ഒരു ചെറിയൊരു ജീവിയുണ്ട്, ജറാദ് നടിച്ചെടുത്താൽ കിട്ടും, അതും നജസല്ല. പിന്നെ വേട്ടയാടി പിടിച്ചു ഒരാള് മാനിനെ വേട്ടയാടാൻ പാടില്ല, പോലീസ് പിടിച്ചു. എന്നാലും വേട്ടയാടാൻ വേണ്ടി പോയ ഒരാള് വേട്ടയാടി പിടിക്കപ്പെട്ട, ഭക്ഷിക്കൽ ഹലാലായ വേട്ടയാടപ്പെട്ട സാധനം വേട്ടയാടി പിടിച്ചു,
പക്ഷെ പിടിച്ചപ്പോൾ ആ വേട്ട അമ്പ് വെച്ചപ്പോൾ അത് ചത്തുപോയി. ആ ശവം, ആ ചത്ത ജീവിയെ തിന്നാവുന്നതാണ്. സയ്യിദ്, വേട്ടജീവി ചത്തുപോയാൽ തിന്നാം. അതിനെ പോയി അറുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ജീവൻ പോയിട്ടുണ്ട്. വേട്ടയാടി വീഴ്ത്തി പിന്നെ പോയി അറുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അത് ചത്തുപോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തിന്നൽ ഹലാലായ വേട്ടയാടി പിടിക്കപ്പെട്ട ജീവി ചത്താലും ആ ശവം നജസ് അല്ല, അത് ഭക്ഷണമാക്കാവുന്നതും ആണ്. ഇനി ഒരു ജീവിയും കൂടി ഉണ്ട് ചത്തത്. ഓരോ ഗർഭിണിയായ മൃഗത്തെ, ആടിനെ അറുത്തുനിന്ന് കുട്ടിക്കോ. ആ ആടിനെ അറുത്തപ്പോൾ അതിന്റെ ഉള്ളില് ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആട്ടിൻകുട്ടി. ആ ഉമ്മയെ അറുക്കൽ കൊണ്ട് ആട്ടിൻകുട്ടി ചത്തുപോയി. ഉമ്മയെ അറുത്തിട്ടുള്ളൂ, ആട്ടിൻകുട്ടി പിന്നെ ഉള്ളിൽ നിന്ന് ചത്തുപോയി, ആ അറുക്കലോട് കൂടെ ചത്തുപോയി. എങ്കിൽ ആ ആട്ടിൻകുട്ടി നമുക്ക് ഭക്ഷണമാക്കാവുന്നതാണ്, അത് നജസല്ല. അപ്പൊ ചത്ത ആട്ടിൻകുട്ടിയാണ് വയറ്റിലെ കുട്ടി. ഉമ്മയെ അറുത്തപ്പോഴാണ് ചത്തത്, ജീവനോടെ പുറത്തേക്ക് വന്നിട്ടില്ലാത്ത. ജീവനോടെ പുറത്തു വന്നാലേ അവിടെ അറവ് കൊണ്ട് മാത്രമേ ആ കുട്ടിയെ ഭക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോ ശവങ്ങളിൽ നജസല്ലാത്തത് നമ്മളിപ്പോ പറഞ്ഞു. മനുഷ്യൻ നജസല്ല, അതിന് തിന്നാൻ പറ്റൂല കേട്ടാ. മത്സ്യം, വെട്ടുകിളി, വേട്ടജീവി അറുക്കാൻ സാധിക്കാതെ ചത്തുപോയാൽ വേഗം പോയി അറുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇത് ചത്തുക്കള്, വേട്ടയാടി വീണ്. പിന്നെ വയറ്റിലെ കുട്ടി ഉമ്മയെ അറുക്കൽ കൊണ്ട് അത് ചത്തുപോയാലും. ഇങ്ങനെ എത്ര? 1, 2, 3, 5 സാധനം. ചുരുക്കത്തിൽ ശവം നജസാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈച്ച ചത്ത് അതിനെ കീറിയാല് രക്തം വലിക്കാത്ത ജീവികളാണ്. അങ്ങനെ 2 സൈസ് ജീവികളെ കാണാം. കീറിയാൽ രക്തം പമ്പ് ചെയ്യും ആട്, പശുക്കളൊക്കെ അങ്ങനെയാണ്. ഈച്ച പോലാത്തത് അത്ര രക്തമൊന്നും ഉണ്ടാവില്ല, അതിനൊരു പസർമ ഉണ്ടാവുള്ളൂ, ചെറിയൊരു നനവേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഈച്ച ചത്താലും കൊതുക് ചത്താലും അതുപോലെയുള്ള ചെറിയ ജീവികൾ ചത്താലും വലിക്കുമ്പോ രക്തമില്ലാത്ത ജീവി ചത്താലും നജസ് തന്നെയാണ്. ഇനി നമ്മൾ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നജസ് മാപ്പുണ്ട്. നജസാണെങ്കിൽ നിസ്കാരത്തിലൊക്കെ മാപ്പുണ്ട്, വെള്ളത്തിൽ മാപ്പുണ്ട്. ഇപ്പൊ വെള്ളത്തിലൊക്കെ ചിലപ്പോ ഈച്ച വീണ് ചത്തുപോകും, അല്ലെങ്കിൽ ഉറുമ്പ് വീണ് ചത്തുപോകും, ഒക്കെ മാപ്പുണ്ട്. പിന്നീട് നമ്മൾ സംസാരിക്കും. നജസാണ് എന്നതിൽ തർക്കമില്ല. ഇതുപോലെ തന്നെയാണ് ഈ ജീവികളുടെ കൊതുകിന്റെ ചിറക്, അതുപോലെ അതുപോലെയുള്ള വസ്തുക്കളുടെ രോമങ്ങള്, ചത്ത ശവത്തിന്റെ എല്ല്, ശവത്തിന്റെ കൊമ്പ്, ചത്ത ശവത്തിന്റെ കൊമ്പ്, ആനക്കൊമ്പ് ആന അറുക്കപ്പെടുന്ന ജീവിയല്ല. ആന ചത്താല് ആ കൊമ്പ് ഒക്കെ നജസ. ചത്ത ജീവികളുടെ രോമങ്ങൾ നജസാണ്, എല്ലുകൾ നജസാണ്, കൊമ്പുകൾ നജസാണ്. അപ്പോ അത് ആനക്കൊമ്പ് കൊണ്ട് ചീർപ്പുണ്ടാക്കിയാൽ നജസാണ്. മയിൽപ്പീലി ചത്ത, ഇൻഷാ അല്ലാഹ് മയിൽപ്പീലിനെ പറ്റി കൂടുതൽ വിവരിക്കും. ഏതായിരിക്കട്ടെ, ഇപ്പൊ ചുരുക്കി പറയാ, ചത്തുപോയ മയിലിന്റെ പീലി ഏതായാലും നജസാ. ഷാഫി മദ്ഹബില് പ്രത്യേകിച്ച്. വേറെ മദ്ഹബില് ചില ഫർക്കൊക്കെ ഉണ്ടാവും, നമ്മളെ മദ്ഹബാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ശവം എന്നതാണ് 3ാമത്തെ നജസിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇപ്പോൾ എണ്ണുന്നത്.